ചില ആളുകൾക്ക് കാലിൻ്റെ തള്ളവിരലിൻ്റെ ഭാഗത്താണ് കൂടുതലുണ്ടാവുക. അവിടെ അതിശക്തമായ വേദന ഉണ്ടാവും, അതിൻ്റെ കൂടെ ഒരു ചുവന്ന കളറും ഉണ്ടാവും. അങ്ങനെ അതിശക്തമായ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു വേദന മുമ്പ് ഉണ്ടായിട്ടുണ്ടാവില്ല. ആ വേദന വന്നാൽ ഡോക്ടറെ അടുത്ത് പോവുകയും ചെയ്യും. അങ്ങനെ അതിശക്തമായ വേദനയും ഇത് അങ്ങനെ ആ പേഷ്യൻറ്റിന് യൂറിക് ആസിഡ് കൂടുതലുണ്ടാകും. അതിനാണ് നമ്മൾ ഗൗട്ടി അറ്റാക്ക് എന്ന് പറയാം. ഇതാണ് യൂറിക് ആസിഡിൻ്റെ ടിപ്പിക്കൽ വേദന. മരുന്ന് കഴിച്ചാൽ 3-4 ദിവസം കൊണ്ട് ആ വേദന മാറുകയും ചെയ്യും. എന്നാൽ പലപ്പോഴും ശരീരത്തിൻ്റെ മറ്റ് പല ഭാഗത്ത്, ഇപ്പം തേയ്മാനം കൊണ്ടുള്ള മുട്ടുവേദന, അല്ലെങ്കിൽ കാലിൻ്റെ കുതീൻ്റെ ഭാഗത്തൊരു കട്ടിയുള്ളൊരു ഭാഗമുണ്ട് സപ്പോർട്ട് കൊടുക്കുന്ന, അവിടെ നീർക്കെട്ട് വരുന്നുണ്ട്, പ്ലാന്റാർ ഫേഷ്യൈറ്റിസ് എന്ന് പറയും, അതിൻ്റെ വേദന, ഇതൊക്കെയുള്ള ആളുകൾ യൂറിക് ആസിഡ് ചെക്ക് ചെയ്യുമ്പോൾ യൂറിക് ആസിഡ് കൂടുതലായിട്ട് കാണും. അപ്പോൾ അവർ വിചാരിക്കും യൂറിക് ആസിഡ് കൂടിയിട്ടാണ് ഇങ്ങനെ വേദന ഉണ്ടാകുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് 100 ആളെടുത്താൽ 30 ആളിലും വെറുതെ ടെസ്റ്റ് ചെയ്താൽ ഒരു വേദന ഇല്ലാത്ത ആളുകളിലും യൂറിക് ആസിഡ് ഉണ്ടാവും. അപ്പം നിങ്ങൾ ഒരു യൂറിക് ആസിഡ് ടെസ്റ്റ് ചെയ്തത് കൂടുതലായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ അത് വെച്ച് മരുന്ന് കഴിക്കാൻ പാടില്ല. ഒരു ഡോക്ടറെ കാണിച്ചിട്ട് നിങ്ങൾക്കുണ്ടായ വേദന യൂറിക് ആസിഡിൻ്റെതാണെന്ന് ആദ്യം ഉറപ്പ് വരുത്തണം. അതാണ് 100-ൽ 30 ആൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലെങ്കിലും യൂറിക് ആസിഡ് കൂടുതലായിരിക്കും. യൂറിക് ആസിഡിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടി ഡോക്ടർ ഷംസുദ്ദീൻ PK എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. യൂറിക് ആസിഡ് മരുന്നില്ലാതെ നിയന്ത്രിക്കാം. നിങ്ങൾക്കത് കാണാവുന്നതാണ്. ലവ് യു ഓൾ. താങ്ക് യു.